മഞ്ഞുമ്മൽ ബോയ്സിനും ഗുണ സിനിമക്കുമൊക്കെ ഏറെ വർഷകാലം മുമ്പേ ആ ഗുഹയിലേക്ക് പ്രവേശിച്ച ചമ്പകനാടൻ തീർത്തും അപ്രതീക്ഷിതമായി കാലുവീതി ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് പതിയുകയാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നവർക്ക് 1 കോടി രൂപ വരെ അന്നത്തെ കാലത്ത് കുടുംബം പാരിതോഷികമായി നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് തീർത്തും ഔചാരികമായി കുപ്പുസ്വാമി നായിഡു എന്ന വ്യക്തി മുന്നോട്ട് വന്നത്. സത്യത്തിൽ ആരാണ് ചമ്പകനാടാരും കുപ്പുസ്വാമിയുമൊക്കെ? ചമ്പകനാടാരെ രക്ഷിക്കാൻ വേണ്ടി ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ കുപ്പുസ്വാമിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഗുണ സിനിമയ്ക്കു മുമ്പ് ഡെവിൾസ് കിച്ചൺ പില്ലർ റോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന യഥാർത്ഥ സംഭവ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. സത്യത്തിൽ ആരാണ് ഈ ചമ്പകനാടാർ? എന്താണ് അദ്ദേഹത്തിൻ്റെ കഥ? ആരാണ് രാജ്യസഭയും കുപ്പുസ്വാമിയുമൊക്കെ? 1955 ഗുണ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇതിന് ഗുണ ഗേവ് എന്ന പേര് ലഭിച്ചത്. പക്ഷേ അതിന് ഒരുപാട് വർഷക്കാലം മുമ്പ് ഇതിന് പില്ലർ റോക്സ് അഥവാ ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു, ചെകുത്താൻ്റെ അടുക്കള. അങ്ങനെയാണ് ഈ ചമ്പകനാടാർ ഇവിടെ എത്തുന്നത്. ആരാണ് ചമ്പകനാടാർ? മധുരയിലെ വലിയ ബിസിനസ്മാനായിരുന്നു ഈ ചമ്പകനാടാർ. അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെയധികം യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരുന്നു. അതിനു മുമ്പ് ഒരുപാട് തവണ ഇവിടെ വന്നെങ്കിലും ഈ തവണ ചമ്പകനാടാരെ അവസാനത്തെ യാത്രയായിരുന്നു ഇത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ വരികയും ഈ ഗുഹയിലേക്ക് അദ്ദേഹം നടന്നു പോവുകയും അങ്ങനെ കാലുവേദി ആ ഗുഹയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകനായ രാജ്യസഭയിലേക്ക് തൻ്റെ അച്ഛനെ കാണാനില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ രക്ഷിക്കുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികമായി നൽകാമെന്ന് പറയുകയും അങ്ങനെയാണ് അവിടെ കുപ്പുസ്വാമി എത്തുന്നത്. അങ്ങനെ കുപ്പുസ്വാമി അദ്ദേഹത്തിൻ്റെ അച്ഛനായ ചമ്പകനാടരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികളുമായി ഇറങ്ങുകയും അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ചമ്പകനാടാർ മരണപ്പെട്ടിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം അതേ മെയ് മാസത്തിൽ തന്നെ ചമ്പകനാടാർ മരണപ്പെട്ടിരുന്നു. അങ്ങനെ ഇദ്ദേഹം 1 കോടി രൂപ പാരിതോഷികമായി നൽകാമെന്ന് പറഞ്ഞ 1 കോടി രൂപയുമായി ഇദ്ദേഹം രാജ്യസഭ കുപ്പുസ്വാമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം വാങ്ങിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അച്ഛൻ ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ അദ്ദേഹം ആ കാശ് വാങ്ങാതെ രാജ്യസഭ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊക്കെയുള്ള വീഡിയോ നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.